പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെതിരെയുള്ള പ്രസ്താവനയിൽ വിശദീകരണവുമായി പി ജയരാജൻ സംസാരിച്ചത് റവാഡ ചന്ദ്രശേഖരന് അനുകൂലമായി. തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. സർക്കാർ തീരുമാനത്തിന് എതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പി ജയരാജൻ. ആ വാക്കുകൾ കേട്ടുവരാം. സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ അളവൂരാണ്. നിഖിൽ, ആ ദിവസം തന്നെ ഉണ്ടായ പരാമർശത്തിൽ പരോക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുവെന്നുള്ള വാർത്തകൾ വന്നതാണ്. ആ വാക്കുകളിൽ നിന്ന് അങ്ങനെ തന്നെയാണ് അതിനെ പൊതുസമൂഹം വായിച്ചെടുത്തത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിശദീകരണം പറയുന്നു. സർക്കാർ തീരുമാനത്തിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല, അതിൽ അനുകൂലിച്ച് തന്നെയാണ് കാര്യങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഈ വിഷയങ്ങളെ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും അത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ഈ പി ജയരാജന്റെ വാക്കുകളെ എത്തരത്തിൽ മനസ്സിലാക്കണം? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? ഏതായാലും DGP നിയമനവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ പാലക്കാട് നടത്തിയ പ്രസ്താവന അത് വലിയ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പി ജയരാജൻ കൃത്യമായ വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗം പറയുകയാണ് അല്പസമയം മുൻപ് ചെയ്തത്. പാലക്കാട് മാധ്യമപ്രവർത്തകർ ഈ വിഷയം, അതായത് പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ തന്നോട് പ്രതികരണം ചോദിച്ചെത്തി. താൻ അതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായും സമൂഹ മാധ്യമങ്ങളിൽ കാണാം, അല്ലെങ്കിൽ താൻ തന്നെ അതൊന്നുകൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാകും. സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി താൻ ഒന്നും പറഞ്ഞിട്ടില്ല. മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനം, ആ തീരുമാനത്തിന് അംഗീകരിക്കുന്ന നിലപാടാണ് താൻ സ്വീകരിച്ചത്. മാധ്യമങ്ങൾ പിന്നീട് അതിനെ വളച്ചൊടിച്ച് പല രീതിയിലേക്ക് കൊണ്ടുവന്ന് ചർച്ചയാക്കുകയായിരുന്നു എന്നതാണ് പി ജയരാജൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാട് അത് താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഏതായാലും പാർട്ടിയുടെ നിലപാടായി നിൽക്കുന്നത്. പി ജയരാജൻ CPIM പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ CPIM-ന്റെ നയത്തിൽ നിന്നോ നിലപാടിൽ നിന്നോ ഒരു വ്യതിചലനവും തനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പി ജയരാജൻ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഏതായാലും പി ജയരാജൻ സർക്കാരിൻ്റെയോ ഈ മന്ത്രിസഭാ യോഗ തീരുമാനത്തിനോ എതിരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പാലക്കാട് എന്താണോ പറഞ്ഞത് അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ പാലക്കാട് പറഞ്ഞത് താൻ പറഞ്ഞ രീതിയിലല്ല മാധ്യമങ്ങൾ പറഞ്ഞത്, അത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പി ജയരാജൻ ഇക്കാര്യത്തിൽ ഏതായാലും ഇപ്പോൾ ഒരു വിശദീകരണം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. മാധ്യമങ്ങൾ ഈ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന സമീപനത്തിലേക്ക് പോയി.